Dear friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മ്യൂട്ടാർ റൊട്ടേഷൻ ആൻഡ് അനോമസ്. അപ്പം ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഒന്ന് എക്സാമിൻ ചെയ്യാം നമുക്ക് ആദ്യമായിട്ട്. ഗ്ലൂക്കോസിൻ്റെ ഫോമുല C6H12O6 ആണ്. ഇറ്റ് ഈസ് എൻ ആൽഡോ ഹെക്സോസ് ഷുഗർ, 6 carbon sugar containing an aldehyde group, that is aldohexose. The first group is CHO, C double bond O H, that is aldehyde group. Then comes second, third, fourth, fifth and sixth. അങ്ങനെ 6 കാർബൺ ഇവിടെ ഉണ്ട്. അതിനകത്ത് 5 ഹൈഡ്രോക്സി ഗ്രൂപ്പ്സ് ഉണ്ട്. 1, 2, 3, 4, 5. CHO അറ്റ് ദ ടോപ്പ് ആൻഡ് CH2OH അറ്റ് ദ ബോട്ടം. ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്താണ് നമ്മൾ അതിൻ്റെ ഓപ്പൺ സ്ട്രക്ചർ ഫോമുല വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോൺഫിഗറേഷൻ CH2OH ബോട്ടം എഴുതി CHO റൈറ്റിൽ എഴുതിയിട്ട് വരുമ്പോൾ CH2OHൻ്റെ തൊട്ട് മുകളിലുള്ള OH റൈറ്റിലാണെങ്കിൽ അത് ഡി സീരീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇത് ഡി ഗ്ലൂക്കോസ് ആണ്. അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ ഡെക്സ്ട്രോ ആണ്. അതുകൊണ്ട് അത് ഡി പ്ലസ് ഗ്ലൂക്കോസ്. ഓക്കെ, ഇതാണ് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ. ഈ ഗ്ലൂക്കോസിനെ നമ്മൾ അക്വ സൊല്യൂഷനിൽ ഒരു വാട്ടർ സൊല്യൂഷൻ എടുത്ത് അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ മെഷർ ചെയ്താൽ അറ്റ് ദ ബിഗിനിങ് സ്പെസിഫിക് റൊട്ടേഷൻ 113 ഡിഗ്രി ആയിട്ട് കാണും. കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ +52.5 ഡിഗ്രി ആകും. ഓക്കെ, ഈ വാല്യൂസൊക്കെ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം സ്പെസിഫിക് റൊട്ടേഷൻ ഒരു +113 ഡിഗ്രിയിൽ നിന്ന് ഡിക്രീസ് ചെയ്ത് +52.5 ആയി മാറുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് മ്യൂട്ടാർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റും പറയുന്നുണ്ട്. അതായത് +19.2 ഡിഗ്രിയിൽ സ്പെസിഫിക് റൊട്ടേഷൻ കാണിക്കുന്ന മറ്റൊരു ഗ്ലൂക്കോസിൻ്റെ ഐസോമറിക് ഫോം എടുത്ത് കുറേ മണിക്കൂറുകൾ വെച്ച് കഴിഞ്ഞാൽ അക്വസ് സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ ഇൻക്രീസ് ചെയ്ത് +52.5 ഡിഗ്രി ആകും. ഈ രണ്ടും എന്തായാലും ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ പിന്നെ കോൺസ്റ്റൻ്റ് ആകും. അത് +52.5 ഡിഗ്രിയിൽ നിലനിൽക്കും. അപ്പോൾ ഇതിനകത്ത് ഈ 2 ഐസോമറിക് ഫോംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഫോം, അതിനെ നമ്മൾ ആൽഫ ഫോം എന്ന് വിളിക്കും, അത് 36%, ബീറ്റ ഫോം 64% അടങ്ങിയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം മിക്സറാണ്. അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷനാണ് നമ്മൾ +52.5 ഡിഗ്രി ആയിട്ട് കാണുന്നത്. ഈ ഫിനോമിനയാണ് നമ്മൾ മ്യൂട്ടാർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഈ മ്യൂട്ടാർ റൊട്ടേഷൻ എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസിന് എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ച് പല സ്റ്റഡീസും നടന്നു. അങ്ങനെ ഇതിൻ്റെ ആക്ച്വൽ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ സജസ്റ്റ് ചെയ്തുകൊണ്ട് 2 മെയിൻ കോൺട്രിബ്യൂഷനാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ്, ടോളൻസിൻ്റെ എക്സ്പ്ലനേഷനാണ്. ടോളൻസ് സജസ്റ്റ് ചെയ്തത് ഒരു 5 മെമ്പേർഡ് റിംഗ് സ്ട്രക്ചർ, 5 മെമ്പേർഡ് റിംഗ് സ്ട്രക്ചർ, അതായത് 4 കാർബൺ + 1 ഓക്സിജൻ, അങ്ങനെ 5 റിംഗ് ആറ്റംസ് ഉള്ള ഒരു ഓക്സൈഡ് റിംഗ് സ്ട്രക്ചറാണ് ടോളൻസ് സജസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഹാവോർത്ത് എറ്റോൾ, ഹാവോർത്ത് കോവർക്കേഴ്സും സജസ്റ്റ് ചെയ്തത് ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ്. അതെന്ന് പറയുന്നത് 5 കാർബണും 1 ഓക്സിജനും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓക്സൈഡ് റിംഗ് സ്ട്രക്ചർ. അപ്പം ഈ അനോമർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഹാവോർത്തിൻ്റെ സ്ട്രക്ചറാണ്. ഇപ്പം ഈ ടോളൻ സ്ട്രക്ചറിൻ്റെ പേര് അത് 5 മെമ്പേർഡ് ആയതുകൊണ്ട് അതിനൊരു റിംഗ് സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ കോർണറിലെല്ലാം കാർബണും ഓക്സിജനും അങ്ങനെയുള്ള ഒരു ഓക്സൈഡ്. ഇത് ഒരു ഫ്യൂറാൻ ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് അതിനെ ഫ്യൂറാനോസ് സ്ട്രക്ചർ എന്ന് പറയും. അതേസമയം 5 മെമ്പേർഡ് +1 ഓക്സിജൻ, 5 കാർബൺ +1 ഓക്സിജൻ, ഇതൊരു 6 മെമ്പേർഡ് റിംഗ് സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ നമ്മൾ പൈറാനോസ് റിംഗ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹാവോർത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പൈറാനോസ് റിംഗ് സ്ട്രക്ചറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പൈറാനോസ് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്, അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ അത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, ഡി സീരീസ് ആണ്. അതുകൊണ്ട് ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഡി പ്ലസ് ഗ്ലൂക്കോസിൽ നമുക്ക് ഈ കാർബണൈൽ ഗ്രൂപ്പ് ഒന്ന് എക്സാമിൻ ചെയ്യാം.
ഈ ആൽഡിഹൈഡിൻ്റെ CO ഗ്രൂപ്പ് ഈ ഇതിലെ കാർബൺ ഓക്സിജൻ ബോണ്ട് ഒരെണ്ണം ഒന്ന് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. ഇതൊന്ന് ബ്രേക്ക് ചെയ്താൽ, ഈ ഒരു ബോണ്ട് മാത്രം ബ്രേക്ക് ചെയ്താൽ ഇവിടെ ഒരു വാലൻസി കിട്ടും, ഓക്സിജനും ഒരു വാലൻസി കിട്ടും. ഇപ്പോൾ പൈറാനോസ് റിംഗ് സ്ട്രക്ചറിൽ നമുക്ക് ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത്, ഫിഫ്ത്ത്, ഈ അഞ്ചാമത്തെ കാർബൺ ആറ്റമാണ് ബോണ്ട് ചെയ്യുന്നത്, റിംഗ് ഫോർമേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ അഞ്ചാമത്തെ കാർബണിൽ ഒരു OH ഉണ്ട്, ഈ OH തമ്മിലും ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇതും ഇതേപോലെ ബ്രേക്ക് ചെയ്താൽ Oയ്ക്ക് ഒരു ഫ്രീ വാലൻസിയും ഹൈഡ്രജൻ ഒരു ഫ്രീ വാലൻസിയും കിട്ടും. നാച്ചുറലി ഹൈഡ്രജൻ ഗോസ് ടു ദിസ് ഓക്സിജൻ ആൻഡ് ഫോം ആൻ OH ബോണ്ട്. അപ്പോൾ പിന്നെ ഈ ഓക്സിജൻ്റെ ഫ്രീ വാലൻസിയും കാർബണിൻ്റെ ഫ്രീ വാലൻസിയും കൂടെ ജോയിൻ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ഓക്സിജനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് സെൻറ്ററിലോട്ട് മാറ്റും. അതാണ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത്. കാർബണിൻ്റെ ഇവിടുത്തെ OH ഗ്രൂപ്പിൽ ഓക്സിജൻ ഇങ്ങോട്ട് റെപ്രസെൻ്റ് ചെയ്തു. ആ OHൽ H മാറിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാർബണിൻ്റെ ഫ്രീ വാലൻസി ജോയിൻ ചെയ്തിട്ട് 1, 2, 3, 4, 5 കാർബണും ഒരു ഓക്സിജനുമായിട്ടുള്ള ഒരു പൈറാനോസ് റിംഗ് സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ OH ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ് ഇമ്പോർട്ടൻറ്റ്. ദിസ് OH ഈസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ റിംഗ്. ഓക്കെ, റിംഗ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് വരച്ചിട്ടുള്ളത്. അവിടെ റിങ്ങിൻ്റെ അതേ സൈഡിൽ OH ഇരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്. ഇത് D സീരീസ് തന്നെയാണ്. പിന്നെ ഈ ഓക്സൈഡ് റിങ്ങിൻ്റെ സെയിം സൈഡിൽ OH വന്നതുകൊണ്ട് അതിനെ ആൽഫ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു. ഇതിന് മറ്റൊരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ റിംഗ് ഫോർമേഷൻ്റെ ടൈമിൽ ഒരു പക്ഷേ ഈ റിംഗ് ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതൊരു കുറച്ച് നേരം ഇത് ഡബിൾ ബോണ്ട് ഇല്ല, സിംഗിൾ ബോണ്ടാണ്. ഇവിടെ ഒരു റൊട്ടേഷൻ വന്നാൽ ഈ ഓക്സിജൻ ഇപ്പുറത്തെ സൈഡിലോട്ട് പോവുകയും ഈ ഹൈഡ്രജൻ അവിടെ വന്നിട്ട് OH ബോണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരികയും ഓക്സൈഡ് റിംഗ് ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഓക്സൈഡ് റിങ് റൈറ്റ് സൈഡിൽ തന്നെ വരച്ചിട്ട് ഈ OHൻ്റെ പൊസിഷൻ, അതായത് ഇതൊരു സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ റൊട്ടേഷന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ റൊട്ടേഷൻ വഴി ഇവിടെ OH ലെഫ്റ്റ് സൈഡിലായിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഈ റിങ്ങിൻ്റെ ഓക്സൈഡ് റിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ OH വന്നതുകൊണ്ട് അതിനെ ബീറ്റാ ഡി ഗ്ലൂക്കോ പൈറാനോസ് സ്ട്രക്ചർ എന്നാണ് പറയുക. അപ്പം ഈ ഓപ്പൺ സ്ട്രക്ചറിൽ നിന്ന് 2 തരത്തിലുള്ള റിംഗ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാം. ഒരു ഓക്സൈഡ് റിങ് ഫോം ചെയ്യുന്നത് തന്നെ 2 രൂപത്തിലാകാം. ഒന്നിൽ ഓക്സൈഡ് റിങ്ങിൻ്റെ സെയിം സൈഡിൽ തന്നെ OH വരാം, അല്ലെങ്കിൽ ഓക്സൈഡ് റിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ OH വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് 2 ഐസോമറിക് ഫോംസ് ആണ്, 2 സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ് ഇവർ. ഓക്കെ, സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. അതായത് ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ കാർബൺ ആറ്റം എന്ന് പറയുന്ന ഒരു അസിമെട്രിക് കാർബൺ അല്ല. ഇവിടെ അസിമെട്രിക് കാർബൺ എന്ന് പറയുന്നത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇത് മാത്രമാണ് അസിമെട്രിക്. ഇത് രണ്ടും അസിമെട്രിക് അല്ല. കാരണം അതിൻ്റെ 4 വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആറ്റമായിട്ടല്ല. ഇവിടെ ഒരു ഡബിളി ബോണ്ടഡ് ഓക്സിജൻ വന്നിട്ടുണ്ട്. ഈ കാർബണിൽ ഹൈഡ്രജൻ 2 പ്രാവശ്യം ബൈൻഡ് ചെയ്തിട്ടുണ്ട്, ഒരേ ആറ്റം ഹൈഡ്രജൻ തന്നെ. അതുകൊണ്ട് ഇത് രണ്ടും അസിമെട്രിക് അല്ല. അപ്പോൾ ഈ നോൺ അസിമെട്രിക് ആയിട്ടുള്ള ആൽഡിഹൈഡിക് കാർബൺ, ആൽഡിഹൈഡിക് ഗ്രൂപ്പിലുള്ള കാർബൺ, ദാറ്റ് ഈസ് നോൺ അസിമെട്രിക് ആൽഡിഹൈഡിക് കാർബൺ ചേഞ്ചസ് ടു ആൻ അസിമെട്രിക് കാർബൺ അല്ലേ. ഈ 2 കേസിലും അത് അസിമെട്രിക് ആയി മാറി, 4 സിംഗിൾ വാലൻസി ആയി മാറി കാർബൺ. അപ്പോൾ 2ലും അത് അസിമെട്രിക് ആയി. പക്ഷേ ആ അസിമെട്രിക് സ്ട്രക്ചർ എന്താണ്? ഒരു റിംഗ് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഐസോമേഴ്സ്, ദീസ് 2 stereo isomers formed from a non-asymmetric carbon atom of the CHO group by an oxide ring formation. അതിനെയാണ് നമ്മൾ അനോമേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പൈറാനോസ് റിംഗ് സ്ട്രക്ചർ existing in 2 stereo isomeric forms by the generation of a new asymmetric carbon center. ഓക്കെ, നമുക്കിങ്ങനെ പറയാം. 2 stereo isomeric forms generated from a non asymmetric carbon atom of the CHO group
ബൈ അനോക്സൈഡ് റിംഗ് ഫോർമേഷൻ. അതിനെയാണ് നമ്മൾ അനോമസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും മ്യൂട്ടാ റൊട്ടേഷൻ ഒന്ന് നോക്കുകയാണ്. അപ്പം ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് അക്യൂസ് സൊല്യൂഷൻ എടുക്കുമ്പോൾ നോർമലി ഗ്ലൂക്കോസ് വിൽ ബി ഇൻ ദി ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോ സ്ട്രക്ചർ. ശരിക്കും ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോ സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷനാണ് +113 ഡിഗ്രി. ഇനി അത് ബീറ്റ ഫോമിലാണെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ +19.2 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ഈ ആൽഫ ഫോമിലുള്ളത് നമ്മൾ അക്യൂസ് സൊല്യൂഷൻ എടുത്ത് കുറേ മണിക്കൂറുകൾക്ക് ശേഷം അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ വീണ്ടും നോക്കുകയാണെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ കുറഞ്ഞ് ഈ 52.5 ഡിഗ്രിയിലേക്ക് മാറും. നേരെ മറിച്ച് നമ്മൾ ബീറ്റ ഡി ഗ്ലൂക്കോസ് സ്ട്രക്ചർ ആ ഐസോമറിക് ഫോമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അക്യൂസ് സൊല്യൂഷനാണ് ഈ കുറേ നേരം അക്യൂസ് സൊല്യൂഷനിൽ കീപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ ഇൻക്രീസ് ചെയ്ത് +52.5 ഡിഗ്രിയിൽ വരും. അപ്പം ഇതിലേത് ഫോം എടുത്താലും കോൺസ്റ്റൻറ്റ് വാല്യൂ അറ്റൈൻ ചെയ്യും ആഫ്റ്റർ സെവറൽ അവേഴ്സ്. ഈ ഒരു ഫിനോമിനനെയാണ് നമ്മൾ മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പുസ്തകത്തിൽ അത് 113 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. എനിവേ ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കോൺസ്റ്റൻ്റ് ആകുന്നതെന്ന് വെച്ചാൽ ഈ ഇക്വിലിബ്രിയം മിക്സറിനകത്ത് ആൽഫ ഫോം, ആൽഫ പൈറനോസ് ഫോം ഒരു 36%, ബീറ്റ ഫോം ഒരു 64%ആയിട്ടുള്ള ഒരു കോമ്പസിഷനാണ് കാണിക്കുന്നത്. അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക് റൊട്ടേഷൻ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് മ്യൂട്ടാ റൊട്ടേഷനും ആ മ്യൂട്ടാ റൊട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനോമറിക് ഫോംസിൻ്റെ എക്സിസ്റ്റൻസും. ഇത് സജസ്റ്റ് ചെയ്തത് ഹാവർത്ത് ആണ്. ഓക്കെ, താങ്ക് യു.